ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് പറഞ്ഞാൽ ദക്ഷിണായന കാലം ആരംഭിക്കാറായി. ഉത്തരായന കാലം മിഥുനമാസം അവസാനത്തോടുകൂടി കഴിയുകയും കർക്കിടകം 1 തൊട്ടിട്ട് ദക്ഷിണായന കാലം തുടങ്ങുകയുമായി. ആ ധനുമാസം ലാസ്റ്റ് വരയ്ക്കും ദക്ഷിണായന കാലം തന്നെയാണ് ഉള്ളത്. കർക്കിടക മാസത്തിൽ ഏതെല്ലാം രാശികൾക്ക് ഗുണവും ദോഷവുമാണ് ചിന്തിക്കുന്നത്. ആ ഗുണദോഷ മിശ്രത്തിൽ തന്നെ മേടൻ രാശിക്കാർക്ക് കർക്കിടക മാസത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതായത് അനുകൂല ഭാവത്തിലും മറ്റുള്ള കാര്യത്തിലും ശനിയും വ്യാഴവും എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ചൊവ്വയും എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം വളരെ അനുകൂലകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഇഷ്ടപ്പെട്ട ഭവനങ്ങൾ, ഭവനത്തിന് തുടക്കം കുറിക്കുക, പുതിയ മേഖലകൾ കണ്ടുപിടിക്കുക എന്നിവയിലെല്ലാം വന്നിട്ട് മേടൻ രാശിക്കാർക്ക് ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഇടവൻ രാശിക്കാർക്കാണെങ്കിൽ 3-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനായ കാരണം കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ ഈ മാസത്തിൽ അവർക്ക് കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കാം. ഈശ്വരഭക്തി കൂടും. രാമായണ സംബന്ധമായിട്ടുള്ള മാസമായ കാരണം രാമായണ പാരായണം ചെയ്യുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള കാര്യമാണ്. കുറച്ചൊരു മാറ്റം വരുവാനുള്ള സാധ്യത ഇടവരാശിക്കാർക്കുണ്ട്. കുറച്ചൊരു ധനമെല്ലാം കിട്ടുവാനുള്ള സാധ്യതയും തൊഴിൽ കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മിഥുനൻ രാശിക്കാർക്കാണെങ്കിൽ കർക്കിടക മാസത്തിൽ ഗുണദോഷ മിശ്രഫലപരമായിട്ടുള്ളൊരു ഫലമാണ്. അതായത് ധനവരവ് ഉണ്ടാവും, കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും, തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ എല്ലാം ഒരു മിതമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് തടസ്സങ്ങളുണ്ടാവും. അത് മാറി വരും എന്ന് തന്നെ പറയാം. അതേസമയത്ത് ചിങ്ങൻ രാശിക്കാർക്കാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. കർക്കിടകത്തിൽ വളരെ അനുകൂലകരമായിട്ടുള്ള ദൈവികകരമായിട്ടുള്ള കാര്യങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗമനം വരുവാനുള്ള സാധ്യതയും ധനാഗമങ്ങൾ വന്നു ചേരുകയും പുതിയ തൊഴിലിനെ പറ്റി ചിന്തിക്കുകയും പുതിയ ഭവനത്തിനെ പറ്റി ചിന്തിക്കുകയും പുതിയ വാഹനത്തെ പറ്റി ചിന്തിക്കുകയും വിദേശ യാത്രയെ പറ്റി ചിന്തിക്കുകയും വിദേശത്ത് പോയി സെറ്റിലാകാനുള്ള സാധ്യതയും സ്റ്റുഡൻസുകൾക്കെല്ലാം സ്കോളർഷിപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കാനുള്ള സാധ്യതയും എല്ലാം കൂടുതൽ കാണുന്നുണ്ട്. അതേസമയത്ത് കന്നി രാശിക്കാർക്കാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ശുഭകാര്യങ്ങൾ ഭവന നിർമ്മാണം, വാഹനം മറ്റുള്ളത് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. പക്ഷേ തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് നേട്ടങ്ങളും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം ഇതാണ് കാണുന്നത്. അപ്രതീക്ഷിത ധനലാഭം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. വിദേശ യാത്രയ്ക്ക് തയ്യാറായിട്ട് നിന്നോളൂ, എല്ലാം റെഡിയായിട്ട് വരുന്ന ഒരു സമയമായിട്ടാണ് കന്യരാശിക്കാർ കാണുന്നത്. വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസമാണ് കർക്കിടക മാസം. അതേസമയത്ത് തുലാരാശിക്കാർക്കാണെങ്കിൽ കർക്കിടക മാസത്തിൽ ഇതുവരെയുള്ള ഇത് മാറി കർക്കിടക മാസത്തിൽ പുതിയ ഉണർവ് വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ തൊഴിലിനെ പറ്റിയിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. ഭവന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ, ഭവന നിർമ്മാണത്തിനുള്ള ആലോചനകൾ, അതിനെപ്പറ്റി സ്വരൂപിക്കൽ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ, അതുപോലെ സ്ഥല സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് തുലാരാശിക്കാർക്കാണ്. വൃശ്ചിക രാശിക്കാർക്കാണെങ്കിൽ ഗുണദോഷ മിശ്രപരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. വളരെ ഒരു ഗുണദോഷ മിശ്രം പറഞ്ഞാൽ ഗുണവും ദോഷവും ചേർന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. വാഹന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിലും ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ ഇത്തിരി താമസം നേരിടും എന്ന് തന്നെ പറയാം. ധനുരാശിക്കാർക്കാണെങ്കിൽ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല കർക്കിടക മാസം. ശിവനെങ്കിൽ ധാരാവിളക്കമാല എന്നിവ എല്ലാ ഞായറാഴ്ചയും നടത്തി വരണം. വാഹന സംബന്ധമായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നതിലും ടൂ വീലറിലും അതും ചെറുപ്പക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു ആവശ്യം വരുന്നത്. അത് കാരണം മിഥുന രാശിക്കാർക്ക് സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് കർക്കിടകം. അതേസമയത്ത് മകരരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാസമാണ്. ധനലാഭം ഉണ്ടാവും, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും, പുണ്യ ദർശനങ്ങൾ സന്ദർശിക്കുവാനുള്ള സാധ്യതയുണ്ടാവും, ബന്ധു സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനും സഹകരിക്കാനും
അതുപോലെ സഹോദര സംബന്ധമായിട്ട് ദൃഢമായിട്ടുള്ള ഇതും കൂട്ടുകച്ചവടങ്ങളിലെല്ലാം വരുവാനുള്ള സാധ്യത. കുംഭൻ രാശിക്കാർക്കാണെങ്കിലും വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് കർക്കിടകം. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. വിവാഹ സംബന്ധമായിട്ടുള്ള ചില യോഗങ്ങളെല്ലാം വന്ന് ചേരും. പക്ഷെ കർക്കിടക മാസം കാരണം പിന്നീട് വെക്കാം എന്ന് ചിന്തിക്കും. എന്നിരുന്നാലും അതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം യഥാക്രമം നടക്കും. അതുപോലെ ബിസിനസ് കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സംബന്ധമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമാണ്. കുംഭൻ രാശിക്കാർക്ക് പൊതുവെ കർക്കിടക മാസം അനുകൂല മാസം തന്നെ. എല്ലാ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും എന്ന് തന്നെ പറയാം. മീനൻ രാശിക്കാർക്കാണ് കർക്കിടക മാസം ഉചിതകരമായിട്ടുള്ള മാസം തന്നെയാണ്. അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, രോഗവർദ്ധനവ് ഉണ്ടെങ്കിൽ അത് കുറയാനുള്ള സാധ്യതകൾ, അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള മേഖലയെല്ലാം ഈ കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമസ്കാരം.